യേശുവിന്റെ ജനനം മുതൽ കഴിഞ്ഞ നിമിഷം വരെയും കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവന്റെ ഓരോ ഘട്ടത്തിലും ഓരോ വളർച്ചയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ പൈതലിന് വേണ്ടുന്നത് തക്കതായ തുണയെ കർത്താവ് തെരഞ്ഞെടുത്ത് കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം പ്രിയ പൈതങ്ങളുടെ കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയ പൈതങ്ങൾ മുന്നോട്ട് പോകുവാൻ തൊക്കണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള സകല ഗമനത്തെയും ആമേൻ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന സകല ശുശ്രൂഷകളുടെ മേലും അല്ലെങ്കിൽ അവരെ കൂട്ടി യോജിപ്പിക്കുന്ന സമയം വരെയുള്ള സകല ശുശ്രൂഷകളും കർത്താവിനാൽ ഹല്ലേലൂയ അലങ്കരിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക പ്രിയ മമ്മിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം പൈതലിനെ വളർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗം ഇടയാക്കിയല്ലോ, ദൈവകൃപ കൊടുത്തല്ലോ, അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ധനമായി കൊടുത്ത സകല പൈതങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടികൾ പോൾ പള്ളിയിലേക്ക് കടന്നു പോകുന്നു. അടികളെ യാത്രയെ കൂടുതൽ സഹായിക്കണം. കൃപയെ ഞങ്ങളെ പൊതിഞ്ഞാട്ട് സകല മാനവമുഖത്തും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലം ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെക്കാവലും ഇന്ന് പകൽക്കാലം പ്രത്യേക പ്രിയ ശുഭുവിനോടും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ വധുവിനോടും ഇവിടെ കൂടിയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും സകല ശുശ്രൂഷകളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അമലയുടെയും വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന നിങ്ങളേവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, COVID-19 രോഗത്തിൻ്റെ തീവ്രത നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതിനാൽ തന്നെ ദേവാലയത്തിനുള്ളിൽ ആയിരിക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കറിയാം, ഈ ദേവാലയത്തിനുള്ളിൽ മാക്സിമം 25 അല്ലെങ്കിൽ 30 പേർക്ക് മാത്രം നിൽക്കാനുള്ള സ്ഥല സൗകര്യമേ ഉള്ളൂ. ഈ സൗകര്യത്തിനുള്ളിൽ അത്രയും ആളുകൾ മാത്രം ഉള്ളിൽ പ്രവേശിക്കുക. ഈ ശുശ്രൂഷയുടെ സമയത്ത് മൊബൈൽ ഫോൺ എടുക്കാൻ അത്ര തിരക്കുള്ളവരും ഒരുപാട് കോളുകൾ വരുന്നവരുമായ ആളുകൾ പുറത്തേക്ക് പോയി ആ വിധത്തിൽ ആ കാര്യങ്ങളെ ക്രമീകരിക്കുക. പരിശുദ്ധമായ ഈ വിവാഹ കൂദാശ ശിവുവിനെയും അമലയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ക്ഷണിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചൊരു കൂടി വരവും ഭക്ഷണവും അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ക്രമം അനുസരിച്ച് ഇതൊരു കൂദാശയാണ്. 7 കൂദാശകളിലെ ഒരു കൂദാശയാണ്. അദൃശ്യമായ ദൈവിക കൃപയെ ദൃശ്യമായ അടയാളങ്ങളിലൂടെ പ്രകടമാക്കുന്ന കൂദാശയിലൂടെ ഇന്ന് ഇവർ രണ്ടുപേരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദമ്പതിമാരായിട്ട് രൂപാന്തരപ്പെടുന്ന ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദേവാലയത്തിലായിരിക്കുന്ന ആളുകൾ ഇവിടെ ആയിരിക്കേണ്ടത്. അതിനപ്പുറം ഒരു ആഘോഷത്തിന്റെ മാത്രം ദിവസമായിട്ട് അതിനെ കുറച്ച് കാണാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഓർക്കുക. പിന്നീട് ഒരു കാര്യം, ഇതൊരു കത്തോലിക്ക ദേവാലയം. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന വിശുദ്ധരാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മാത്രം കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
കർത്താവിൽ നമ്മുടെ മകനായ ശിബു ഈ നിൽക്കുന്ന തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷി കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ അമല ഈ നിൽക്കുന്ന ശിബു അലക്സാണ്ടറിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ. എന്നോടുകൂടെ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദി മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാചനങ്ങളുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കുമാറാകണമേ. സന്തോഷം പരിപാവനതനുരുതിരങ്ങൾ കൈകൊണ്ടാളവളും സമർപ്പിതമായിരിക്കുന്നു ഈ മക്കളുടെ മേൽ നീ ആവസിപ്പിക്കണമേ, നീ ചൊരിഞ്ഞു കൊടുക്കണമേ. Yo
എന്നാഥൻ 10,000 അതിലു അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മഞ്ഞുകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സുജാതികളെയും പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന്റെ സദാസരണമോദരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്ന വക്കലഹോന്യവുമോ സ്വതഹായ ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിവാനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും ഞങ്ങളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ വെടിപ്പുള്ള മുഖവും അദൃശ്യമായ നീതിയിലെല്ലാം കവചങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്തു. മൗതത്തിന്റെ നിർമ്മലനായ നീ അവളെ ധരിപ്പിച്ചു. വെള്ളക്കി കൊണ്ട് ആശ്വാസപൂർണമായ ജീവിതത്തിലേക്ക് അവളെ നീ പ്രവേശിപ്പിച്ചു. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ സ്ഥിരീകരിക്കുന്നവരും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാക്കുന്നവനും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവീക കരങ്ങളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും മണവാട്ടിയും ജ്ഞാനത്താൽ പരിപൂർണനായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുഖത്തിൽ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Yo
ഈശോ നിന്റെ ഭാവത്തിൻ മുന്നിൽ നിൽക്കുന്ന എളിയവരായി ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ഈ ദാസർ പരസ്പര വിവാഹ നിശ്ചയം ചെയ്ത നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമാറുന്നതിനന്യോന്യം സഹായിക്കുവാൻ നിന്റെ മക്കളെ നീ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ വലതുകരം കരുണാപൂർവ്വം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ ആ വലതുകൈ നിന്നോട് കൂടെ ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്നെന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തിനും ഹൃദയ സന്തോഷത്തോടും കൂടി നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷം തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് സംഗതിയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ.
ഇസ്ഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടെന്നതിനേക്കാൾ വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് ഉതകുവാൻ ദൈവമായ കർത്താവിടയാക്കി തീർക്കട്ടെ. മനുഷ്യവർഗത്തെ ദീക്ഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സംവത്സരങ്ങളും നൽകട്ടെ. ബലഹീനരും പാപികളുമാകുന്ന നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ചെവിക്കൊള്ളണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ നിന്റെ സ്ത്രീവായാൽ ഈ മണവാളനും മണവാട്ടിയും സംരക്ഷിക്കപ്പെടണമേ. ഹോശോ ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്യുമാറാകട്ടെ. അവന്റെ ദുഷ്ടനും അവന്റെ സൈന്യങ്ങളും ലജ്ജിച്ച് പിന്മാറുകയും നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. ക്രമമനുസരിച്ചുള്ള പരിശുദ്ധ വിവാഹ കൂദാശയുടെ 1-ാമത്തെ
ശുശ്രൂഷ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയുടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ രാജാവും റാണിയുമായിട്ട് ഈ പ്രിയപ്പെട്ട മക്കളെ സഭ അവരോധിക്കുകയാണ്. ഇവരുടെ മധ്യേ ആദർശനായ ക്രിസ്തുവിന്റെ വലതുകരം ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിലെ സുഖദുഃഖങ്ങളിൽ ബലമുള്ള കരമായിട്ട് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോതിരം വാഴ്വിന്റെ സമയത്ത് കിരീടം വാഴ്വിന്റെ സമയത്ത് തലയ്ക്ക് മുകളിൽ 3 പ്രാവശ്യം വൈദികൻ മാല ആശീർവദിച്ചുകൊണ്ട് കഴുത്തിൽ അണിയിക്കുന്നു. വധുവിൻ്റെ അതുപോലെ തന്നെ കിരീടം ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ഈ മാല ആശീർവദിച്ച് കഴുത്തിലേക്ക് ധരിപ്പിക്കുന്നു. അപ്പോൾ 2 കാര്യമുണ്ട്. ഈ മാലകൾക്ക് നീളക്കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്ത് അത് വാഴ്ത്തി കഴിയുമ്പോൾ അടുത്ത് നിൽക്കുന്നവരപ്പുറത്ത് മാറ്റിയിട്ട് അത് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ ശുശ്രൂഷയുടെ സമയത്ത് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ പങ്കുകൊള്ളാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിവാഹ കൂദാശയുടെ ആഘോഷങ്ങൾക്കപ്പുറം ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ തമ്പുരാൻ കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. ആ ഒരു പ്രാർത്ഥനയോടുകൂടി തുടർന്നുള്ള ശുശ്രൂഷകളിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. നിങ്ങളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടിയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ